ഇന്ന് നോക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വലിയൊരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീനാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോ ചെറിയ കഷ്ണങ്ങളാക്കി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിൾ നമ്മളിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പച്ചടി തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു തേങ്ങ നമ്മളിവിടെ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ 3 വലിയ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കണം. ഇനി പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ പാനിലോട്ട് മാറ്റണം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടൊന്ന് മൂടിയിട്ടൊന്ന് വേവിക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു മുറി തേങ്ങയാണ് ചിരകി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ പൈനാപ്പിളിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ടാണ് ഈ തേങ്ങ അരപ്പ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ 1 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തൈര് നമ്മളിതിലോട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പൈനാപ്പിൾ നല്ല മധുരമുള്ളതാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് മതിയാവും. ഇപ്പം ഞാനിവിടെ 1 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം പച്ചടി റെഡിയായി വരുന്നുണ്ട്. ഇനി വറവിടാനായിട്ട് നമ്മളൊരു പാൻ എടുക്കുന്നുണ്ട്. പാൻ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണ ചേർക്കാൻ പോവുകയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് കടുക് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇടാം. അതിന് കൂടെ തന്നെ 3 ഇല കറിവേപ്പിൻ്റെ ഇലയും കൂടി നമുക്ക് അതിലോട്ട് ഇടാം. ഇപ്പം നമ്മൾ വറവിടാൻ പോവുകയാണ്. നന്നായി ഒന്ന് ഇളക്കാം. ഇപ്പം നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പം മസ്റ്റ് ട്രൈ ആണ്.